ദിഗംബരോ ധൃതി തേജസ്വി ഭൂതിഭൂഷണ ഭൂതിഷ സചേഷ്ട മകരോ ദുഷ്ട ഹസ്തേ ലിംഗം വിദാരയ ഗിരിജാം യോനിരൂപാം ച ബാണം സ്ഥാപ്യ ശുഭം പുനഃ തത്വലിംഗം സ സംസ്ഥാപ്യ പുനശ്ചൈവാദിമന്ത്രയേത്. എന്താണ് ശിവലിംഗം എന്ന് വ്യക്തമാക്കുന്ന ശിവപുരാണത്തിൽ നിന്നുള്ള ഏതാനും വരികളാണ് ഇത്. ഇന്ന് ഇന്ത്യയിലെ ഏതാണ്ട് എല്ലാ മുസ്ലിം ആരാധനാലയങ്ങളുടെയും കീഴിൽ ശിവലിംഗമുണ്ടെന്നുള്ളൊരു അവകാശവാദം ഉന്നയിക്കപ്പെടുന്നുണ്ട്. അതിമനോഹരമായ നിർമ്മിതികളാണ് മുഗൾ ഭരണകാലത്തും അതുപോലെയുള്ള അടുത്ത കാലഘട്ടങ്ങളിലൊക്കെ ഇന്ത്യയിലുണ്ടായത്. താജ്മഹല്, ചെങ്കോട്ട, കുത്തുബ് മിനാർ, ഡൽഹി ജുമാ മസ്ജിദ് എന്നിങ്ങനെ നിരവധി ലോക നിലവാരം പുലർത്തുന്ന വാസ്തുകലാ സമുച്ചയങ്ങൾ. ലോകത്തെ തന്നെ ഏറ്റവും നല്ല അത്ഭുത നിർമ്മിതികളുടെ പട്ടികയിലേക്ക് ഭാരതം നൽകുന്ന സംഭാവനയും മുഗൾ ഭരണകാലത്തിന്റെ ഉൽപ്പന്നങ്ങൾ തന്നെയാണ്. എന്നാൽ ഭാരതത്തിലെ മറ്റ് പുരാതന നിർമ്മിതികളാകുന്ന അജന്തയിലെയോ എല്ലോറയിലെയോ അല്ലെങ്കിൽ മധുരയിലോ ഉള്ള ക്ഷേത്രങ്ങൾ പോലും ആ ഒരു സ്ഥാനത്തേക്ക് എത്തിപ്പെട്ടിട്ടില്ല. അതായത് യുനെസ്കോ അത്തരമൊരു ഉന്നത പദവിയിലേക്ക് അതിനെ കണ്ടെത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ മുസ്ലിം വാസ്തുകലയുടെ മനോഹാരിതയിൽ അസൂയപ്പെടുന്ന ചിലർക്കെങ്കിലും അതൊന്ന് കൈവശപ്പെടുത്താനുള്ളൊരു താല്പര്യമുണ്ടാകും. അതിനുള്ളൊരു പഴുത് മാത്രമാണ് ഈ കേൾക്കുന്ന ശിവലിംഗവാദം. അല്ലെങ്കിൽ 16-ാം നൂറ്റാണ്ടിലും 17-ാം നൂറ്റാണ്ടിലും ഒക്കെ എന്ന് മാത്രമല്ല, അജ്മീർ ദർഗ രൂപപ്പെടുന്ന കാലം ഏകദേശം 13-ാം നൂറ്റാണ്ടിൽ തന്നെ. അതായത് അജ്മീർ ദർഗയുടെ കീഴിലും ശിവലിംഗമുണ്ട് എന്നതാണല്ലോ പുതിയ അവകാശവാദം. എന്നാൽ ഇത്തരം അവകാശവാദങ്ങളൊന്നും തന്നെ അക്കാലത്തുള്ള ഭാരതീയരുടെ മനസ്സിൽ ഇല്ലായിരുന്നു എന്നുള്ളതാണ് ചരിത്രം മനസ്സിലാക്കി തരുന്നത്. ഈ ക്ഷേത്രം തകർത്ത് മുസ്ലിം ദേവാലയം അല്ലെങ്കിൽ ദർഗകൾ പണിതു, അല്ലെങ്കിൽ ശിവലിംഗം തകർത്ത് അവിടെ മോസ്ക് പണിതു എന്നുള്ള ഈ അവകാശവാദങ്ങളൊക്കെ 19-ാം നൂറ്റാണ്ടിന്റെ മധ്യകാലത്തിന് ശേഷം ഉണ്ടായതാണ്. ഒന്നുകൂടി വ്യക്തമാക്കി പറയുകയാണെങ്കിൽ, ഇന്ത്യയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപപ്പെട്ടതിന് ശേഷം ഏകദേശം ഡൽഹൌസി എന്ന ഭരണാധികാരിയുടെ കാലം മുതലാണ് ഇത്തരം ഒരു അവകാശവാദം തുടങ്ങുന്നത്. അതായത് 18-ാം നൂറ്റാണ്ട് വരെ ഇന്ത്യയിൽ ഒരാൾ പോലും ചിന്തിക്കാത്ത, അവകാശവാദം ഉന്നയിക്കാത്ത ഒരു കാര്യമാണ് ഇത്. അല്ലെങ്കിൽ 13-ാം നൂറ്റാണ്ട് മുതൽ 18-ാം നൂറ്റാണ്ട് വരെയുള്ള ആ വിശാലമായ നൂറ്റാണ്ടുകളിൽ ആ മുസ്ലിം ഭരണാധികാരികളുടെ കാലത്ത് ഇങ്ങനെ ഏതെങ്കിലും ക്ഷേത്രമോ മറ്റ് ശിവലിംഗമോ തകർത്തുകൊണ്ട് അവിടെ പള്ളികളോ അല്ലെങ്കിൽ ദർഗകളോ പണിതുവെങ്കിൽ അക്കാലത്തുള്ള ഇന്ത്യയുടെ ഏതെങ്കിലും ചരിത്ര രേഖകളിൽ അത് രേഖപ്പെട്ട് കാണേണ്ടതായിരുന്നു. ഇന്ത്യയിലെ മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും തമ്മിൽ ഭിന്നിപ്പിക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാർ കണ്ടെത്തിയ ഒരു ഐഡിയ മാത്രമാണ് അത്. അതുകൊണ്ടാണ് 19-ാം നൂറ്റാണ്ട് മുതൽ മാത്രം ഇത്തരം ഒരു അവകാശവാദം തുടങ്ങിയത്. അജ്മീർ ദർഗയിലൊക്കെ ശിവലിംഗമുണ്ടെന്ന് പറയുന്നത് എന്തൊരു അത്ഭുതമാണ്. ഖാജ മൊയ്നുദ്ദീൻ ചിശ്തി എന്ന ആ മഹാൻ ഒരു സൂഫിയാണ്, സന്യാസിയാണ്, ഭക്തനാണ്. ഭൗതിക താല്പര്യമില്ലാത്ത 100% ഭൗതിക വിരക്തിയുള്ള ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. ആ സത്യം തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് അന്ന് ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ അദ്ദേഹത്തിന് പിന്നാലെ കൂടിയത്. എന്ന് മാത്രമല്ല, അതിൽ ഭൂരിഭാഗം ഇന്ത്യയിലെ ഹൈന്ദവരായിരുന്നു. AD 1236 അദ്ദേഹം ഇഹലോകവാസം വെടിക്കുന്നത്. അന്ന് ഇൽത്തുമിഷാണ് ഇന്ത്യയുടെ ഭരണാധികാരി. തുടർന്ന് 4 വർഷം അദ്ദേഹത്തിന്റെ മകൾ റസിയ ഭരണാധികാരിയായി. പിൽക്കാലത്ത് ബാബർ, ഹുമയൂണ്, അക്ബർ, ജഹാംഗീർ, ഷാജഹാൻ എന്നിങ്ങനെയുള്ള മുഗൾ ഭരണാധികാരികൾ. എന്നാൽ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ 13-ാം നൂറ്റാണ്ടിൽ അജ്മീർ ഖാജ ജീവിക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ആത്മീയ കേന്ദ്രം അജ്മീറിൽ കണ്ടെത്തിയപ്പോൾ അവിടെ വല്ല ക്ഷേത്രമോ അല്ലെങ്കിൽ മറ്റോ ശിവലിംഗമോ തകർത്തുകൊണ്ടാണ് അദ്ദേഹം ആ സ്ഥാപനം, ഒരു ആത്മീയ കേന്ദ്രം അവിടെ തുടങ്ങുന്നത് എങ്കിൽ അന്നുള്ള ഹൈന്ദവ ഭക്തരെ അദ്ദേഹത്തിന് പിന്നാലെ കൂടുകയില്ലല്ലോ, അദ്ദേഹത്തെ ബഹുമാനിക്കുകയില്ലല്ലോ. എന്ന് മാത്രമല്ല, ബാലചന്ദ്രൻ, അതുപോലെ ജയശങ്കർ, ശങ്കരഭട്ട്, നാദാദാസ്, വിദ്യാധര വല്ലഭൻ എന്നിങ്ങനെ നിരവധി
സാഹിത്യകാരന്മാര് അക്കാലത്ത് നോർത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. അവരുടെ എന്നും രചനകളില് അജ്മീറിൽ വന്ന ഹാജ ഒരു ക്ഷേത്രം തകർത്ത് അല്ലെങ്കിൽ ഒരു ശിവലിംഗം തകർത്ത് അവിടെ ആത്മീയ കേന്ദ്രം സ്ഥാപിച്ചു എന്നുള്ളത് അന്നത്തെ ഇന്ത്യയിലെ ഒരു ചരിത്രകാരനും എഴുതി വച്ചിട്ടില്ല, ഒരു സാഹിത്യകാരനും അങ്ങനെ പാടിയിട്ടില്ല. ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഗ്രന്ഥങ്ങളുള്ള സംസ്കാരമാണ് ഭാരതീയ സംസ്കാരം. നിരവധി സാഹിത്യകാരന്മാര് എന്ത് വിഷയത്തെ സംബന്ധിച്ചും എഴുതി വെക്കാൻ മാത്രം കവികളും ചരിത്ര പണ്ഡിതന്മാരും നമുക്കുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് അത്തരമൊരു ചരിത്ര ലിഖിതം ഉണ്ടാകാതെ പോയത്? അജ്മീർ ഹാജ അങ്ങനെ ഒരു ശിവലിംഗം തകർത്ത് അവിടെ സ്വന്തം ആത്മീയ കേന്ദ്രം പണിയുകയാണെങ്കിൽ അന്ന് തന്നെ അദ്ദേഹത്തെ ഫോളോ ചെയ്തിരുന്ന ആ ഹൈന്ദവ ഭക്തരെ ഒഴിഞ്ഞു പോകുമായിരുന്നു. ഇന്നും അദ്ദേഹത്തിന്റെ ആ ആത്മീയ കേന്ദ്രം, ആ ദർഗ ഉൾക്കൊള്ളുന്ന സ്ഥലം ഒരു മതമൈത്രിയുടെ കേന്ദ്രമാണ്. ഇവിടെ ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവരും വരുന്നുണ്ട് പുണ്യത്തിന് വേണ്ടി. അവിടെയുള്ള ചാരിറ്റി പ്രവർത്തനവും എല്ലാവർക്കും തന്നെയാണ്. ഇനി മുഗൾ ഭരണാധികാരിയാകുന്ന ബാബറിനെ സംബന്ധിച്ച് നോക്കാം. എന്താണ് അദ്ദേഹത്തിന്റെ വ്യക്തിത്വം? അദ്ദേഹം വല്ല ക്ഷേത്രവും തകർത്താണോ ബാബരി മസ്ജിദ് പണിതത്? ബാബരി തകർത്ത ആ സ്ഥലത്ത് കുഴിച്ചു നോക്കിയിട്ടും എന്തുകൊണ്ടാണ് ഒരു ക്ഷേത്രത്തിന്റെ അവശിഷ്ടം പോലും കിട്ടാത്തത്? ഉസ്ബെക്കിസ്ഥാനിൽ ബാബറുടെ ഒരു പ്രതിമയുണ്ട് എന്ന് മാത്രമല്ല, അവിടെയുള്ള മ്യൂസിയത്തിൽ ബാബർ സ്വന്തം മകന് ഹുമയൂണിന് നൽകുന്ന ഒരു വസിയത്തും അവിടെയുണ്ട്. അതായത് ബാബറുടെ സ്വന്തം മകൻ ഹുമയൂണിനെ ഇന്ത്യയുടെ ഭരണാധികാരം ഏൽപ്പിക്കുന്ന സമയത്ത് ആ സ്വന്തം മകന് പിതാവ് നൽകുന്ന ഉപദേശമാണ് ആ വസിയത്ത് നാമ. അത് സ്വന്തം മകനോട് അദ്ദേഹം ഉപദേശിക്കുന്നത് തുടക്കം ഇങ്ങനെയാണ്: നിരവധി ജാതി മത വൈവിധ്യങ്ങളുള്ള ഒരു രാജ്യത്താണ്, അതിന്റെ ഭരണാധികാരമാണ് നിന്നെ ഞാൻ ഏൽപ്പിക്കുന്നത്. അതുകൊണ്ട് അവരുടെ താല്പര്യം നീ പരിഗണിക്കണം. ഒരിക്കലും തന്നെ പശുക്കളെ ബലി നൽകരുത്. എന്ന് മാത്രമല്ല, അവരുടെ ക്ഷേത്രങ്ങള് അഥവാ ആരാധനാലയങ്ങള് നീ തകർക്കരുത്. സ്വന്തം മകന് ബാബർ നൽകുന്ന ഉപദേശമാണിത്. ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്താണ് ബാബറുടെ വ്യക്തിത്വം. ഇത്തരം ഒരു ഉപദേശം നൽകുന്ന പിതാവ് എങ്ങനെയാണ് അന്യരുടെ ക്ഷേത്രം തകർത്ത് പള്ളി പണിയുക? ഇത്തരം ചരിത്രങ്ങൾ തന്നെ സാക്ഷിയാണ്. മുസ്ലിം ഭരണാധികാരികള് ഇന്ത്യയിൽ ഒരിടത്തും തന്നെ പള്ളി തകർത്ത് ഇക്കാലത്ത് അമ്പലങ്ങൾ ഉണ്ടാക്കുന്ന പോലെ അക്കാലത്ത് അമ്പലം തകർത്ത് മസ്ജിദ് ഉണ്ടാക്കിയിട്ടില്ല. ശിവലിംഗം തകർത്ത് ദർഗ പണിതിട്ടില്ല. 18-ാം നൂറ്റാണ്ട് വരെയുള്ള ഹിന്ദുക്കൾക്ക് ഒരാൾക്കും തന്നെ അത്തരം അവകാശവാദങ്ങളും ഇല്ലായിരുന്നു. ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു, മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും തമ്മിൽ ഭിന്നിപ്പിച്ച് ഭരണം മുന്നോട്ട് കൊണ്ടുപോവുക എന്ന ബ്രിട്ടീഷുകാരുടെ തന്ത്രമായിരുന്നു ഈ കള്ളക്കഥകൾ മെനയുക എന്നുള്ളത്. നമ്മുടെ ചില ഹൈന്ദവ സഹോദരന്മാര് അതിന്റെ ഇരകളായി എന്ന് മാത്രം. ഒരിക്കലും തന്നെ ശിവലിംഗം തകർത്തുകൊണ്ട് ഒരു മുസ്ലിമും ദർഗയോ പള്ളിയോ പണിയുകയില്ല. കാരണം അന്യരുടെ ആരാധനാ വസ്തുക്കളെ ബഹുമാനിക്കണം എന്നാണ് ഇസ്ലാം കൽപ്പിക്കുന്നത്. നമുക്കറിയാം, ശിവലിംഗം എന്നുള്ളത് ഹൈന്ദവ സമൂഹത്തിലെ ചിലരുടെ ആരാധ്യ വസ്തുവാണ്. ശിവന്റെ ലിംഗത്തിന് ഒരുപാട് മഹത്വങ്ങളുണ്ട്. ശിവപുരാണം അത് വ്യക്തമാക്കുന്നുമുണ്ട്. ഞാൻ ആദ്യം വായിച്ച ആ ശ്ലോകത്തിൽ അതാണ് വിഷയം. വേദകാലത്ത് ഇല്ലായിരുന്നുവെങ്കിലും പിൽക്കാലത്ത് പുരാണകാലത്ത് ഇന്ത്യയിൽ രൂപപ്പെട്ട 3 ദൈവങ്ങളാണ് ശിവൻ, വിഷ്ണു, ബ്രഹ്മാവ്. ഇവരിൽ ബ്രഹ്മാവിന്റെയോ വിഷ്ണുവിന്റെയോ ലിംഗത്തെ നാം ആരാധിക്കാറില്ല, അല്ലെങ്കിൽ ഭാരതീയർക്കറിയോ അങ്ങനെ ഒരു സ്വഭാവമില്ല. എന്നാൽ ശിവന്റെ ലിംഗത്തെ ആരാധിക്കണം എന്നതാണ് ഭാരതീയത. ഒന്നുകൂടി വ്യക്തമാക്കി പറയുകയാണെങ്കിൽ, വൈദിക കാലത്തെ ദൈവങ്ങളല്ല ഇവര്. വൈദിക കാല ശേഷമാണ് പുരാണകാലം വരുന്നത്. പുരാണ കാലത്താണ് ഇത്തരം 3 ദൈവങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത്. ആ ഇനത്തിൽ ഏറ്റവും ശ്രദ്ധേയമായൊരു ദൈവമാണ് ശിവൻ. ശിവപുരാണത്തിലെ 9-ാം സംഹിതയിലെ 12-ാം അധ്യായത്തില് ആ കഥ നന്നായിട്ട് വിശദീകരിക്കുന്നുണ്ട്. ആ കഥ ഇങ്ങനെയാണ്. അതായത്, യാഗത്തിന് വേണ്ടി സമിത ശേഖരിക്കാൻ കാട്ടിൽ പോയ മഹർഷിമാര്, ആ മഹർഷിമാര് വീട് വിട്ട് പുറത്തുപോയ സമയത്ത് അവരുടെ ഭാര്യമാരെ പരീക്ഷിക്കാൻ വേണ്ടി ശിവൻ വന്നു. ദേഹത്ത് മുഴുവനും ഭസ്മം പൂശി വസ്ത്രം ധരിക്കാതെ നഗ്നനായിട്ടാണ്, ദിഗംബരനായിട്ടാണ് ശിവൻ വന്നത്. ശിവൻ തന്റെ ലിംഗം നഗ്നമായിട്ട് കയ്യിൽ പിടിച്ച് ആ സ്ത്രീകൾക്ക് മുന്നിൽ ഷോ ചെയ്തു.
പിന്നെ അവിടെ എന്ത് സംഭവിച്ചു എന്ന് പറയാൻ വിഷമമുണ്ട്. എന്തായാലും ശേഷം ആ മഹർഷിമാരെ തിരിച്ചു വന്ന സമയത്ത് ഈ രംഗം കണ്ട് കോപിഷ്ഠരായി, ദേഷ്യം വന്നു. അവരുടെ ശാപം കൊണ്ട് ശിവന്റെ ലിംഗം പൊട്ടി താഴേക്ക് വീണു. അങ്ങനെ ലിംഗമില്ലാതെ ശിവൻ സ്ഥലം വിട്ടു. ആ പൊട്ടി താഴെ വീണ ലിംഗത്തിന്റെ ചൂട് കൊണ്ട് ആ നാട് മൊത്തം വെന്തുരുകി. ഉടൻ തന്നെ മഹർഷിമാരെ ബ്രഹ്മാവിനോട് പരാതിപ്പെട്ടു. ബ്രഹ്മാവിന്റെ പരിഹാര മാർഗം ഇങ്ങനെയായിരുന്നു: ശിവന്റെ പത്നിയാകുന്ന ഭാര്യയാകുന്ന പാർവതിയെ ആരാധിക്കുക. ഈ നിലത്ത് വീണ് കിടക്കുന്ന ദണ്ട് ആ യോനിയിൽ നിക്ഷേപിക്കുക. എന്നാൽ ലോകത്ത് നിന്ന് ഈ ദുരന്തം ഒഴിവാകും എന്നായിരുന്നു ബ്രഹ്മാവിന്റെ പരിഹാര നിർദ്ദേശം. അതാണ് ഗിരിജാം യോനി രൂപാം ച ബാണം സ്ഥാപ്യ ശുഭം പുനഃ തത്രലിംഗം ച സംസ്ഥാപ്യ പുനശ്ചൈവാദി മന്ത്രയത് എന്ന വരികളിലൂടെ കാണുന്നത്. സത്യത്തിൽ ലോകത്തിന്റെ തന്നെ സൃഷ്ടി ആരംഭിക്കുന്നത് ഈ പ്രക്രിയ വഴിയാണ്. ലോകത്തിന്റെ തന്നെ ആദ്യ സൃഷ്ടിയെ പ്രതിനിധാനം ചെയ്യുന്ന ആത്മീയ പ്രകടനമാണിത്. ശിവന്റെ തന്നെ ആ ഹസ്തമൈഥുനം വഴിയാണ് പ്രപഞ്ച സൃഷ്ടി ആരംഭിക്കുന്നത് എന്നൊക്കെയാണ് നമ്മുടെ ഭാരതീയ തത്വചിന്തകരെ, ദാർശനികരെ അഭിപ്രായപ്പെടുന്നത്. അപ്പോൾ ഇത്രയും നിലവാരമുള്ള ഒരു ഐതിഹ്യ കഥ പിൻബലമുള്ള ഒരു ശിവലിംഗത്തെ ഏതെങ്കിലും മുസ്ലിങ്ങൾ തകർത്തുകൊണ്ട് അവിടെ ദർഗയോ അല്ലെങ്കിൽ മസ്ജിദോ പണിയുകയില്ല എന്നുള്ളത് 100% തീർച്ചയാണ്. അതുകൊണ്ടാണ് 18-ാം നൂറ്റാണ്ട് വരെ ഇന്ത്യയിലെ ഒരു ചരിത്ര പണ്ഡിതനും ഒരു സാഹിത്യകാരനും ഒരു കവിയും അന്നുള്ള ഒരൊറ്റ ഗ്രന്ഥത്തിൽ പോലും മുസ്ലിങ്ങൾ ശിവലിംഗമോ അല്ലെങ്കിൽ ക്ഷേത്രമോ തകർത്തുകൊണ്ട് മസ്ജിദ് പണിതു അല്ലെങ്കിൽ ദർഗ പണിതു എന്ന് എഴുതി വെക്കാത്തത് കാരണം ഇതാണ്. ആ കെട്ടുകഥയുടെ തുടക്കം തന്നെ ബ്രിട്ടീഷുകാരാണ്. ഇന്ത്യയിലെ മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും തമ്മിൽ അടിപിടി കൂടിക്കാൻ വേണ്ടി അവർ മെനഞ്ഞെടുത്ത കഥയാണിത്.